ഹായ് ഗൈസ്, മലബാർ ചിക്കൻ ബിരിയാണി, മലബാർ ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയാലോ? Let's do that. അകുൽ ഉള്ളി അരിയാണ്. നമുക്ക് കുറച്ച് പണികൾ ഉണ്ട്. ആദ്യം നമുക്ക് പച്ചമുളക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ലെമൺ, പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില ഇടുന്നവരും ഇടാത്തവരുണ്ട്, ഞാൻ ഇടാറുണ്ട്. ഇഞ്ചി, തക്കാളി, ഓക്കെ. കുറച്ച് വെളുത്തുള്ളി കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഉപയോഗിക്കുന്ന സ്പൈസസ് ആണ് ഞാൻ പറയുന്നത്. ഓരോരുത്തർ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഉപയോഗിക്കണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വന്നിട്ട് ഇതാണ് കസ്കസ് എന്ന് പറയുന്ന ഒരു അരച്ച് ചേർക്കുന്നതാണിത്. ആദ്യം ഇത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ അരച്ച് ചേർക്കാനാണ്. ഇത് ഞാൻ കല്യാണ വീടുകളിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്പൈസസ് ആണ്. പിന്നെ ഈ നേരത്തെ കാണിച്ച ഈ സാധനങ്ങളും ഇത്രയും റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് സ്പൈസസ് എടുത്ത് ചൂടാക്കണം. ചൂടാക്കിയിട്ട് നമ്മൾ പൊടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ മസാലേൻ്റെ പൊടി ആയിട്ടുണ്ട്. ചിക്കൻ നമുക്ക് കുഴച്ച് വെക്കാം. ആദ്യം മതി കുറച്ച് മതി. സോ നമ്മൾ അധികം മഞ്ഞപ്പൊടി യൂസ് ചെയ്യൂല, ഈ ചിക്കനിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു കഷ്ണം ലെമൺ, അതും കൂടി പിഴിഞ്ഞ് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കാം. കുഴച്ചോളൂ ഗൈസ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണേ, നമുക്ക് ഈ 3 ഐറ്റംസ് നമുക്ക് വറുത്ത് മാറ്റി വെക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉള്ളി വറുത്തെടുക്കുന്നത്. പെട്ടെന്നാവാനും രുചി കൂടാനും നമുക്ക് കുറച്ച് ഉപ്പിടാം. പിന്നെ കുറച്ചൊരു പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളിക്കൊരു ക്രിസ്പി ഫീലിങ്, നല്ലതും ഒരു ടേസ്റ്റും കിട്ടും. സോ അത് രണ്ടും നമുക്ക് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഏതാണ്ട് ബ്രൗൺ കളർ ആകാറായിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നു. അപ്പം ഇത്ര ആകുമ്പോൾ നമുക്ക് എടുക്കാം. കാരണം ഇതിൻ്റെ ചൂടിൽ ഇനി പുറത്തുനിന്ന് കുറച്ചുകൂടി ഒന്ന് ബ്രൗണിഷ് കളർ ആയി വരും. സോ ഇപ്പം നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മളുടെ സ്പൈസസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി വഴറ്റി വെച്ചു, പിന്നെ വലിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സോ നമുക്കിനി ബിരിയാണി മസാല ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ സൺഫ്ലവർ ഓയിലാണ് ഇത്, നമുക്കത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത് ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഒക്കെ നിങ്ങളെ എരിൻ്റെ പാകത്തിനെടുത്തോ. ഇവിടുത്തെ പച്ചമുളക് കുറച്ച് എരി കുറവായതുകൊണ്ടാണ് ഞാൻ ഒരുപാട് എടുത്തത്. ആൻഡ് ഇതെല്ലാം ചേർത്ത് വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി ഏതാണ്ട് വാടിയിട്ടുണ്ട്, പച്ചമുളകും എല്ലാം വഴറ്റി. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. നല്ലോണം അതുപോലെ വഴറ്റുക. ആവശ്യത്തിന് ഉപ്പ്, നേരത്തെ ഇട്ടത് പോരെങ്കിൽ കുറച്ചുകൂടി ഉപ്പിടണം. പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ ഇതൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. പതുക്കെ ചെയ്താൽ മതി.
നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. സോ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഇനി പലതും ആഡ് ചെയ്യാനുണ്ട്. ഇതിലേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനില്ലേ, സോ ഗൈസ് നമ്മളിപ്പം ചിക്കൻ്റെ ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ തൈര് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ചോറിന് വെള്ളം വെക്കണം ഈ സമയത്ത്. അപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ട് ചോറുണ്ടാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. സോ 2 കപ്പ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം, 1 കപ്പിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ നമ്മൾ ചോറ് വെക്കുകയാണ്. നമ്മൾ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈ കപ്പാണ്. അപ്പോൾ ഈ കപ്പിൽ 2 കപ്പ് അരി എടുക്കുമ്പോൾ 3 ഗ്ലാസ് വെള്ളം. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് 1.25 വെക്കും. പക്ഷെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന അരിക്ക് 1.5 ഉപയോഗിക്കുന്നത്. ഈ അരിയിൽ നമുക്ക് കുറച്ച് ഒട്ടാതെക്കാൻ സൺഫ്ലവർ ഓയിൽ, ഉപ്പൊക്കെ ഒരു കണക്കിനാണ് ഇടണ്ടേ. എൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ സുമാർ. പിന്നെ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടാം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് അരി ഇടാം. നമ്മൾ ചെറിയ അരിയാണ് ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നാട്ടിൽ നമ്മൾ കൈമ റൈസാണ് ഉപയോഗിക്കുക. ഇതിവിടെ കിട്ടുന്ന ഒരു ശ്രീലങ്കൻ അരിയാണ്. പക്ഷേ ഇതുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കില്ലേ കുറച്ച് തൈര് ഇതിൽ ആഡ് ചെയ്യണം. പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്പൈസസ് ഇതിൽ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇതിൽ മുളക് പൊടി യൂസ് ചെയ്യൂല, അതാണ് നമ്മൾ പച്ചമുളകാണ് ഇതിന് പകരം യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പെപ്പർ, കുരുമുളകും ആഡ് ചെയ്യുന്നുണ്ട്. അതായിരിക്കും ഇതിലേക്ക് വരുന്ന ഏരി, അല്ലാതെ മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇത് നല്ല മിക്സ് ചെയ്ത് ഇവിടെ വെക്കുക. നമ്മൾ ഉപ്പും പുളിയൊക്കെ ബാലൻസ് ആയിട്ടുണ്ടോ അത് ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് അരി ഇതിലേക്ക് ഇടാം. പിന്നെ അരി വേവിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞ പോലെ ചെയ്തിട്ട് ഇങ്ങനെ വെള്ളം തിളക്കുമ്പം ഉപ്പൊക്കെ ഇട്ട്, ഉപ്പുണ്ടോ നോക്കണം. റൈസിൽ അല്ലെങ്കിൽ ഉപ്പില്ലെങ്കിൽ ചോറ് ടേസ്റ്റ് പോകും. പിന്നെ നമ്മൾ അരി വേവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 1/4 ഭാഗം വരെ അരി വേവിക്കുള്ളൂ. അപ്പോൾ അധികം വെന്ത് ഉടയരുത്. കുറച്ചൊരു ഭാഗം അരി വേവിച്ചിട്ട് ബാക്കി നമ്മൾ ദമ്മിലാണ് വേവുന്നത്. സോ ഇത്രയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഇത് അടച്ചു വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഗ്യാസ് ഒരു 4 മതി. അത് കടന്ന് പതുക്കെ ഒരു 1/4 ഭാഗം ആവുമ്പോൾ നമുക്ക് എടുത്തിട്ട് ആ മസാലേൻ്റെ മുകളിൽ ലെയർ ചെയ്യാനുള്ളതാണ്. ഗൈസ്, നമുക്ക് നേരത്തെ അരച്ച് വെച്ച ആ കസ്കസില്ലേ വെള്ളത്തിലിട്ട് വെച്ചത് ഞാൻ പറഞ്ഞിരുന്നു. ഗ്രേവി ഒരു തിക്നെസ് കിട്ടാനാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഇതിൽ മിക്സ് ചെയ്യണം. നമ്മളെ മസാല ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറ് നമ്മൾ നോക്കുകയാണ്, ഏതാണ്ട് ഈ ഒരു പരുവം. ഫുൾ വെന്തിട്ടില്ല, കുറേ കൂടി വേവാനുണ്ട്. അപ്പോൾ നമുക്കിത് ലെയർ ചെയ്യാനെടുക്കാം. നമ്മൾ ലെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന നെയ്യ് എന്ന് പറഞ്ഞാൽ RKGൻ്റെ നെയ്യാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതാണ് ബെസ്റ്റ് ആയിട്ടുള്ള സാധനം. പിന്നെ നമ്മളെ കയ്യിലുള്ള യൂസ് ചെയ്യാം. ഞാനെപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ നമ്മളെല്ലാം ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിന് ദമ്മനിടുകയാണ്. നമ്മൾ ദമ്മനിട്ടു. ഇനി സിമ്മിൽ ഒരു
അരമണിക്കൂർ, ഒരു 30 മിനിറ്റ് വേവിച്ചാൽ നമുക്ക് ദം ബിരിയാണി റെഡിയാകും. പിന്നെ നമുക്ക് ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഓക്കെ, 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ദം പൊട്ടിച്ച് നോക്കാം. നമ്മൾ നേരത്തെ ഇട്ട റബ്ബർ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ കണക്കിൽ ഈ ദം പൊട്ടൽ ഇവിടെ. സോ നമ്മൾ തുറന്ന് നോക്കാം കേട്ടോ ഗൈസ്. നമ്മൾ ദം പൊട്ടി. ഇതാ അപ്പം അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട് ഇവിടെ. നമുക്കിനി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൽ നമുക്കത് മിക്സ് ചെയ്യണം. അപ്പം മസാലയും നന്നായിട്ട് വൃത്തിയായിട്ട് ഇതാ ചിക്കനൊക്കെ ഉടഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളി ബിരിയാണിയാണ്. അപ്പം ഇതാണ് ശരിക്കും മലബാർ ചിക്കൻ ദം ബിരിയാണി. പിന്നെ മലബാർ കല്യാണത്തിന് പിന്നെ നമ്മൾ കോഴിക്കോട് മലപ്പുറത്തൊക്കെ കല്യാണം ഉണ്ടാകുമ്പം കല്യാണ ബിരിയാണി ഉണ്ട്. അത് ഈ റൈസല്ല, കൈമ റൈസാണ്. അതിൻ്റെ ഒരു മണം വേറെയാണ്. റൈസ് അത് നമുക്ക് എന്താ പറയുക, പാരകളിലൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് ബിരിയാണിയാണത്. പ്രത്യേകിച്ച് ഈ RKG ഒക്കെ ചേർക്കുന്നതുകൊണ്ടാണ് അത് അത്രയും ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു കുറേ കല്യാണത്തിന് പോയ ഓർമ്മകളാണ് എനിക്കുള്ളത്. അപ്പം മലപ്പുറത്തും കോഴിക്കോടൊക്കെ ഉള്ള മുസ്ലിം കല്യാണ വീടുകളിൽ പ്രത്യേകിച്ച് പോകണം. അവിടെ നിന്ന് കിട്ടുന്ന ബിരിയാണീൻ്റെ ടേസ്റ്റ്. അപ്പോൾ അപ്പോൾ ഇഷ്ടപ്പെട്ടത് കരുതുന്നു. മസ്റ്റ് ട്രൈ ആണ്. കഴിച്ചിട്ടില്ലാത്തവർ കണ്ട് അതുപോലെ ചെയ്യാം. നല്ല ടേസ്റ്റാ. ബൈ ബൈ.